ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് ഒരു പി എൻ പി ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു എൻ പി എൻ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നത് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ദിവസം എന്ത് ചെയ്തു, അവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി നോക്കേണ്ടത്, നമുക്ക് ട്രാൻസിസ്റ്റേഴ്സ് ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, കോൺഫിഗറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസിസ്റ്റേഴ്സിൽ നമ്മൾ വോൾട്ടേജ് കൊടുത്തിട്ട് അതിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ സ്റ്റഡി ചെയ്ത പ്രോപ്പർട്ടീസ് ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസിസ്റ്റേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. കാരണം നമുക്ക് ഒരു ട്രാൻസിസ്റ്റർ എന്ന് വെച്ചാൽ ഒരു 3 ടെർമിനൽ ഡിവൈസ് ആണ്. ഓക്കെ, 3 ടെർമിനൽ ഡിവൈസ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഇൻപുട്ട് സെക്ഷനും വേണം, ഒരു ഔട്ട്പുട്ട് സെക്ഷനും വേണം. ഓക്കെ, എന്താണ് ഒരു ഇൻപുട്ട് സെക്ഷനും വേണം, അതുപോലെ തന്നെ ഒരു ഔട്ട്പുട്ട് സെക്ഷൻ എന്ത് ചെയ്യണം, നമുക്ക് അവിടെ വേണം. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് സെക്ഷൻ ആൻഡ് ഔട്ട്പുട്ട് സെക്ഷൻ. അപ്പോൾ ഇൻപുട്ട് സെക്ഷൻ ഔട്ട്പുട്ട് സെക്ഷൻ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും അവിടെ 3 ടെർമിനൽസേ ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒന്നിന് എന്ത് ചെയ്യുക, ബോത്ത് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും അവിടെ കോമൺ ആക്കി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമുക്ക് 2 സെക്ഷൻസ് ആയിട്ട് മാറ്റാനായിട്ട് പറ്റുള്ളൂ, ഒരു ഇൻപുട്ട് സെക്ഷനും ഒരു ഔട്ട്പുട്ട് സെക്ഷനും. അപ്പോൾ അങ്ങനെ ഒരു ഇൻപുട്ട് സെക്ഷനെയും ഒരു ഔട്ട്പുട്ട് സെക്ഷനെയും ഓക്കെ അങ്ങനെ ഫോം ചെയ്യുന്ന മെത്തേഡ് നമ്മൾ ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ എന്ന് നമ്മളിവിടെ പറയുന്നത്, അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ കണക്ഷൻ എന്ന് പറയാം. ഓക്കെ, എന്തായാലും നമുക്ക് 3 ടെർമിനൽസേ ഉള്ളൂ. ഇപ്പോൾ 4 ഉണ്ടെങ്കിൽ 2 ഇൻപുട്ട് 2 ഔട്ട്പുട്ടും കൊടുക്കാം. ഒന്നും നമ്മളോട് കോമൺ ആക്കി വെക്കേണ്ട ആവശ്യം വരത്തില്ല. പക്ഷേ 3 പേരാകുമ്പോഴോ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യുക, രണ്ടിനും കോമൺ ആക്കി വെക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ നോർമൽ നോക്കുകയാണെങ്കിൽ 4 ടെർമിനൽസ് വേണം, പക്ഷെ നമുക്ക് 3 ഉള്ളൂ. ബേസും എമിറ്ററും കളക്ടറും ആയിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, 3 വരുന്നുള്ളൂ. സോ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യുക, നമ്മളവിടെ കോമൺ ആക്കി വെക്കുക. അങ്ങനെ നമ്മൾ ആ കോമൺ ആക്കി വെക്കുന്ന സമയത്ത് നമുക്ക് 3 രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, 3 രീതിയിൽ, ഓക്കെ 3 ടൈപ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനിവിടെ കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ട്രാൻസിസ്റ്റർ ബയാസിംഗിൽ അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷനിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, 3 ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നു. അപ്പോൾ ഒന്നാമത്തെ ടൈപ്പാണ് ദാറ്റ് ഈസ് കോമൺ കോമൺ ബേസ് കോൺഫിഗറേഷൻ. ഓക്കെ, കോമൺ ബേസ്. രണ്ടാമത്താണ് ദാറ്റ് ഈസ് കോമൺ എമിറ്റർ. ഓക്കെ, എമിറ്ററോ കളക്ടറോ പറയാം, ഏതാണെന്ന് വെച്ചാൽ അത് എഴുതുക. ഓക്കെ, എമിറ്റർ കോൺഫിഗറേഷൻ. ആൻഡ് തേർഡ് വൺ എന്താണ്, ദാറ്റ് ഈസ് കോമൺ കളക്ടർ. ഓക്കെ, ഇതാണ് 3 കോൺഫിഗറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കാര്യം, നമുക്ക് എന്തായാലും ഒരു ഇൻപുട്ടും വേണം, ഒരു ഔട്ട്പുട്ടും വേണം. അപ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും എടുക്കണമെങ്കിൽ നമുക്ക് 2 ഇൻപുട്ട് ടെർമിനൽസും 2 ഔട്ട്പുട്ട് ടെർമിനൽസും, അതാണ് നോർമലി നമുക്ക് വേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് 3 ടെർമിനൽസേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആവുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഏതെങ്കിലും ഒരു ടെർമിനലിനെ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആക്കി വെക്കുക. ഓക്കെ, എന്ത് ചെയ്യുക, ഇൻപുട്ടിനും ഔട്ട്പുട്ടും കോമൺ ആക്കി വെക്കുക. അങ്ങനെ കോമൺ ആക്കി വെക്കുന്ന ആ ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ ആ ഒരു രീതി നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്, ദാറ്റ് ഈസ് കോമൺ ബേസ് കോൺഫിഗറേഷൻ, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആൻഡ് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. അപ്പോൾ കോമൺ ബേസ് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിട്ട് ആര് വെക്കും, നമ്മളവിടെ ബേസ് റീജിയൻ വയ്ക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ ഒരു സിമ്പിളൊക്കെ നമ്മൾ വരച്ചിരുന്നു. ട്രാൻസിസ്റ്റർ സിമ്പിൾ നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയാണ്, ഇതാണ് നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്തുണ്ട്, ഇത് നമ്മൾ ബേസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസ് ടെർമിനൽ എന്ന് പറയുന്നത്. ദെൻ ഇവിടെ എന്ത് ചെയ്യുന്നു, നമുക്ക് ഇത് ഔട്ട്പുട്ട് സെക്ഷനിലോട്ട് പോകുന്നു. അടുത്ത് എന്താണ്, നമ്മളിപ്പോൾ ഇത് വരയ്ക്കുന്നതിൽ ഇത് നമ്മുടെ എന്തായിരിക്കും, എമിറ്റർ ടെർമിനലായിരിക്കും. ഓക്കെ, ദിസ് വിൽ ബി അവർ എമിറ്റർ ടെർമിനൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ഇൻപുട്ട് സെക്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, സിഗ്നൽ ഇൻപുട്ട് കൊടുക്കുന്നത്. ഓക്കെ, സിഗ്നൽ ഇൻപുട്ട് കൊടുക്കും. ദെൻ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ടെർമിനൽ എന്ന് പറയുന്നത്. ഇവിടെ ഒരിക്കലും നമ്മുടെ ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബേസ് രണ്ടിനും എന്തായിരിക്കും, അവിടെ കോമൺ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഔട്ട്പുട്ട് മാർക്ക്, ഔട്ട്പുട്ട് നമ്മൾ എപ്പോഴും ഒരു റെസിസ്റ്റർ ആയി കണക്ട് ചെയ്യുന്നത്. ഒന്നെങ്കിൽ റെസിസ്റ്റർ, നമ്മളിപ്പോൾ ആംപ്ലിഫയർ ഒക്കെ ആവുന്ന സമയത്ത് ആംപ്ലിഫിക്കേഷൻ കുറച്ചൊരു സർക്യൂട്ട്സ് ആഡ് ചെയ്യണം. ആംപ്ലിഫയർ ആവുന്ന സമയത്ത് നമ്മൾ അവിടെ എന്ത് കണക്ട് ചെയ്യും, ഒരു സ്പീക്കറോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു എ സി ഇൻപുട്ട് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, എന്ത് ചെയ്യാൻ പറ്റും, ഒരു എ സി ഇൻപുട്ട്, ഒന്നെങ്കിൽ എ സി ഇൻപുട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്കൊരു ലോ വാല്യൂഡ് സിഗ്നൽ. ഓക്കെ, സിഗ്നൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു പി എൻ ബി ആയാലും എൻ പി എൻ ആയാലും ഇതേ കണക്ഷൻ തന്നെ. അവിടെ പിന്നെ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ നമുക്ക് ഒരു കാര്യം വരയ്ക്കാൻ പറ്റും, നമുക്ക് ടെർമിനൽസ് നമ്മൾ മാർക്ക് ചെയ്യണം. ഓക്കെ, ടെർമിനൽസ് അല്ല, നമ്മുടെ എന്താ വോൾട്ടേജ് സോഴ്സുകൾ. ഓക്കെ, വോൾട്ടേജ് സോഴ്സസ് നമ്മൾ അവിടെ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബാറ്ററി സോഴ്സ്. ഇതിപ്പോൾ നമ്മുടെ ഒരു എൻ പി എൻ ട്രാൻസിസ്റ്റർ ആണ്, ഔട്ട് സൈഡിലോട്ടാണ് ആരംഭിക്കുന്നത്. സോ ഒരു എൻ പി എൻ ട്രാൻസിസ്റ്റർ. സോ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഷുഡ് ബി ഫോർവേഡ് ബയാസ്ഡ്, കളക്ടർ ബേസ് ജംഗ്ഷൻ ആണ് എന്ത്, റിവേഴ്സ് ബയാസിംഗിൽ നിൽക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഫോർവേഡ് ബയാസിംഗ് ആവണമെങ്കിൽ ഇത് നമ്മുടെ നെഗറ്റീവ് എൻ റീജിയൻ ആണ്. ഇപ്പോൾ ഒരു എൻ പി എൻ ആണ്. ഓക്കെ, എൻ പി എൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം,
റിവേഴ്സ് എമിറ്റർ ബേസ് ജംഗ്ഷൻ ഷുഡ് ബി ഫോർവേഡ് ബയാസ്ഡ്. സോ ഫോർവേഡ് ബയാസിംഗ് വരയ്ക്കുന്നു. ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് റിവേഴ്സ് ബയാസിംഗാണ് വരുന്നത്. ഓക്കെ, ഇവിടുത്തെ വാല്യൂ എന്തായിരിക്കണം, കുറച്ച് കൂടുതലായിരിക്കണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ കൂടുതൽ ബാറ്ററി എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കോമൺ ബേസ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോമൺ ബേസിൽ അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴേ നമുക്കിപ്പോൾ ട്രാൻസ്ഫർ കോൺഫിഗറേഷൻ എൻ പി എന്നിൻ്റെയോ പി എൻ പിയുടെയോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയില്ല. ഏതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്നുകിൽ എൻ പി എൻ പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ പി എൻ പി പഠിച്ചു വെക്കുക. രണ്ടും കൂടി പഠിച്ചു വെച്ച് അങ്ങോട്ട് കൺഫ്യൂഷൻ ആക്കല്. ഏതെങ്കിലും ഒന്ന് ഫിക്സഡ് ആക്കി നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്തത് നിങ്ങൾക്ക് അവിടെ എഴുതാനായിട്ട് സാധിക്കും. അതുകൊണ്ട് രണ്ടും കൂടി പഠിച്ച് മിക്സ് ആക്കണ്ട. എന്ത് ചെയ്താൽ മതി, ഏതെങ്കിലും ഒരെണ്ണം മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഒന്നുകിൽ എൻ പി എൻ അല്ലെങ്കിൽ പി എൻ പി. നിങ്ങളുടെ ടെക്സ്റ്റിലൊക്കെ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എൻ പി എൻ ആണ് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, എൻ പി എൻ തന്നെ പഠിച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇൻ കേസ് എങ്ങനെയും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പി എൻ പി ആണ് എടുത്ത് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിന്റെ ജസ്റ്റ് റിവേഴ്സ് ചെയ്തൊന്ന് വരച്ചാൽ മതിയാവും. അത് അറിയാതിരിക്കില്ല, ജസ്റ്റ് നമ്മൾ ബാറ്ററി സോഴ്സ് ഒക്കെ ഒന്ന് ഓപ്പോസിറ്റ് ആക്കി വെക്കേണ്ടി വരും. അത് മാത്രമേ അവിടെ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്, എക്സ്പ്ലനേഷൻ എല്ലാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഒരു എൻ പി എൻ ട്രാൻസിസ്റ്റർ ആണ്. എൻ പി എൻ ട്രാൻസിസ്റ്ററിൽ എങ്ങനെയാണ് ഒരു കോമൺ ബേസ് കൊടുക്കുന്നത് നമ്മളിവിടെ കാണിച്ചു. കാരണം ഇത് നമ്മുടെ ബേസ് ആണ്. അപ്പോൾ ഇൻപുട്ട് സെക്ഷൻ എവിടെ കൊടുക്കും, നമ്മുടെ എമിറ്റർ ടെർമിനലിൽ കൊടുക്കും. ഔട്ട്പുട്ട് നമ്മൾ എവിടെ മെഷർ ചെയ്യും, നമ്മുടെ ബേസിനും കളക്ടറിനും അക്രോസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഔട്ട്പുട്ട് നമ്മൾ അവിടെ മെഷർമെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കോമൺ ബേസ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഡയറക്ഷൻസ് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഐ ഇ എന്ന് പറയുന്ന ഒരു എന്തുണ്ട്, എമിറ്റർ കറണ്ട് ഉണ്ട്. എമിറ്റർ കറണ്ട് ഇവിടെ എന്തുണ്ട്, ഐ ബി എന്ന് പറയുന്ന ഒരു ബേസ് കറണ്ട് ഉണ്ട്. ഐ ബി ബേസ് കറണ്ട്. ആൻഡ് ദെൻ എന്തുകൂടെ ഉണ്ട്, ഐ സി എന്ന് പറയുന്ന ഒരു കളക്ടർ കറണ്ട് ഉണ്ട്. അതാണ് അവിടെ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കളക്ടർ കറണ്ട് ഐ സി എന്ന് പറയുന്ന കറണ്ട് കൂടി അവിടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു കോമൺ ബേസ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോൺഫിഗറേഷൻ വരയ്ക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും മാത്രം മതി. ഒരു കോമൺ ബേസ് കോൺഫിഗറേഷൻ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഇത്രയും മാത്രം അവിടെ വരച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമ്മൾ സാധാരണ നമ്മളൊരു പി എൻ ജംഗ്ഷൻ ഒക്കെ പഠിച്ച സമയത്ത് നമ്മളവിടെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. ഓക്കെ, അതുപോലെ സെനഡയോട് പഠിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ അവിടെ ബൈഹാർട്ട് ചെയ്തു. അപ്പോൾ അതുപോലെ എന്തുണ്ട്, നമ്മുടെ ഒരു കോമൺ ബേസ് കോൺഫിഗറേഷൻ ആയാലും കോമൺ കളക്ടർ കോൺഫിഗറേഷൻ ആയാലും അവിടെ എന്തുണ്ട്, കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ, ഇതിലെ കുറച്ച് വേരിയബിൾ വോൾട്ടേജസും അമ്മീറ്ററും വോൾട്ട്മീറ്റർ കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ ഇൻപുട്ട് കൊടുക്കുന്നതനുസരിച്ച് ഔട്ട്പുട്ട് വേരി ചെയ്യുന്നത്, ഔട്ട്പുട്ട് വേരി ചെയ്യുമ്പോൾ എങ്ങനെ ഇൻപുട്ട് വേരി ചെയ്യുന്നു. അപ്പോൾ അത്തരം കാര്യം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു ട്രാൻസിസ്റ്റർ ഇൻപുട്ട് കറണ്ടിനനുസരിച്ച് ഇൻപുട്ട് വോൾട്ടേജിനനുസരിച്ചിട്ട് ഔട്ട്പുട്ട് കറണ്ട് അനുസരിച്ചിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജിനനുസരിച്ചിട്ട് എങ്ങനെയൊക്കെ മാറുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ വരുന്ന വ്യത്യാസം, ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ട്രാൻസിസ്റ്ററിൽ, ഓക്കെ, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കോമൺ ബേസ് ആണ്. അപ്പോൾ കോമൺ ബേസിന്റെ എന്തൊക്കെ ഡിസ്കസ് ചെയ്യണം, നമ്മളവിടെ കോമൺ ബേസിന്റെ ദാറ്റ് ഈസ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദ ഇൻപുട്ട് ക്യാരക്ടർ. ഓക്കെ, ഇൻപുട്ട് ക്യാരക്ടർ ആൻഡ് ഔട്ട്പുട്ട് ക്യാരക്ടർ. ഓക്കെ, അപ്പോൾ ഒരു ഇൻപുട്ട് ക്യാരക്ടറും അതുപോലെ തന്നെ ഒരു ഔട്ട്പുട്ട് ക്യാരക്ടറും നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, ഒരു ഇൻപുട്ട് ക്യാരക്ടറും ഔട്ട്പുട്ട് ക്യാരക്ടറും. അപ്പോൾ ഒരു ട്രാൻസിസ്റ്ററിനെ സംബന്ധിച്ച് ക്യാരക്ടറിസ്റ്റിക് സ്റ്റഡീസിൽ രണ്ട് ക്യാരക്ടേഴ്സ് ആണ് വരുന്നത്. ഒന്ന് ഔട്ട്പുട്ട് ക്യാരക്ടർ, മറ്റൊന്ന് ഇൻപുട്ട് ക്യാരക്ടർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സർക്യൂട്ട് ഡയഗ്രം പ്ലോട്ട് ചെയ്യണം. ഓക്കെ, ഇത് ഒരു ഇൻപുട്ട് ക്യാരക്ടറും ഔട്ട്പുട്ട് ക്യാരക്ടറും ഒക്കെ ഡിസ്കസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ഒരു സർക്യൂട്ട് ഡയഗ്രം നമ്മളവിടെ പ്ലോട്ട് ചെയ്യണം. അപ്പോൾ എന്തിനാണ് നമ്മൾ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുന്നത്, നമുക്ക് അവിടെ ഇൻപുട്ട് കറണ്ടിനും ഔട്ട്പുട്ട് കറണ്ടിനൊക്കെ അനുസരിച്ച് എങ്ങനെയൊക്കെയാണ് ട്രാൻസിസ്റ്റർ അവിടെ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ വേരിയേഷൻസ് വരുന്നു, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു എമിറ്റർ ഒരു ബേസ് കോൺഫിഗറേഷൻ, കോമൺ ബേസ് കോൺഫിഗറേഷന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് സ്റ്റഡീസ് നമുക്ക് ഇവിടെ നോക്കാം. ദാറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സി ബി കോൺഫിഗറേഷൻ. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇതിന്റെ ഒരു കോൺഫിഗറേഷൻ ഫിഗർ ഇങ്ങനെ വരച്ചു തരാം. ബാക്കി നമുക്ക് ടെക്സ്റ്റിലുള്ള ആ ഫിഗർ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ സർക്യൂട്ട് വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. സോ അതുകൊണ്ട് ഞാൻ ഇത് എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പോൾ ഡ്രോ ചെയ്ത് തരാം. എങ്ങനെയാണ് അത് വരയ്ക്കുന്നതെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ട്രാൻസിസ്റ്റർ വരയ്ക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മുടെ ട്രാൻസിസ്റ്റർ അവിടെ വരയ്ക്കാം. നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്നത് നമ്മുടെ ഒരു എൻ പി എൻ ട്രാൻസിസ്റ്റർ നമ്മളിവിടെ എടുക്കുന്നത്. ഓക്കെ, ഒരു എൻ പി എൻ ട്രാൻസിസ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ടായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു എൻ പി എൻ ട്രാൻസിസ്റ്റർ നമ്മൾ ഡ്രോ ചെയ്യാം. ഓക്കെ, ട്രാൻസിസ്റ്റർ നമ്മൾ ഡ്രോ ചെയ്തു. അപ്പോൾ ബേസ് ആണ് എന്ത് ചെയ്യുന്നത്, ആ ഇൻപുട്ടിനും
ഔട്ട്പുട്ടിനും അവിടെ കോമൺ ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ബേസ് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും അവിടെ കോമൺ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യമായിട്ട് വരുന്ന അപ്പാരറ്റസ് എന്ന് പറയുന്നത് ഇൻപുട്ട് സെക്ഷൻ നമുക്കൊരു റിയോസ്റ്റാറ്റ് വേണം. ഓക്കെ, റിയോസ്റ്റാറ്റ് വേണം. റിയോസ്റ്റാറ്റ് അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ പൊട്ടൻഷ്യോമീറ്റർ ഒക്കെ ചെയ്ത സമയം നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും റിയോസ്റ്റാറ്റ്. നമ്മുടെ ആ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ്സ് നോക്കിയ സമയം നമ്മളിവിടെ എന്ത് ചെയ്തു, ആ റിയോസ്റ്റാറ്റ് നമ്മളിവിടെ യൂസ് ചെയ്തിരുന്നു. റിയോസ്റ്റാറ്റ് വേണം, പിന്നെ ഒരു ഓൾട്ട് മീറ്റർ വേണം. ഓക്കെ, ഓൾട്ട് മീറ്റർ, പിന്നെ എന്താണ്, അമ്മീറ്റർ വേണം. ഓക്കെ, അപ്പോൾ 2 ഓൾട്ട് മീറ്റർ, 2 അമ്മീറ്റർ, 2 റിയോസ്റ്റാറ്റ്. കാരണം ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇത് എന്ത് ചെയ്യാം, നമുക്ക് ഇൻപുട്ട് സെക്ഷൻ നമുക്ക് ഡ്രോ ചെയ്യാം. ഓക്കെ, വി ആർ ഡ്രോയിങ് ടു ഇൻപുട്ട് സെക്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻപുട്ട് സെക്ഷൻ കാണിക്കുന്നു. ഇതാണ് നമ്മുടെ ഇൻപുട്ട് സെക്ഷൻ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു അമ്മീറ്റർ കണക്ട് ചെയ്യാനാണ് ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അമ്മീറ്റർ കണക്ട് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും, ഇവിടെ നമ്മളൊരു റിയോസ്റ്റാറ്റ് നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, നമ്മൾ റിയോസ്റ്റാറ്റ് ഇവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് റിയോസ്റ്റാറ്റ് ആണ്. ദെൻ റിയോസ്റ്റാറ്റ് പവർ അപ്പ് ചെയ്യാൻ എന്ത് ചെയ്യും, ഒരു വോൾട്ടേജ് സോഴ്സ് നമ്മുടെ VEE. ഓക്കെ, അതായത് നമ്മുടെ എമിറ്ററിൽ കൊടുക്കുന്ന വോൾട്ടേജ്, എമിറ്ററിൽ കുറച്ച് വോൾട്ടേജിൽ കൊടുക്കത്തുള്ളൂ. എമിറ്റർ ബേസ് ജംഗ്ഷനിൽ കുറച്ച് വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എമിറ്ററിൽ വോൾട്ടേജ് നമ്മളവിടെ ഡ്രോ ചെയ്തു. ഓക്കെ, നമ്മുടെ റിയോസ്റ്റാറ്റ്. ഓക്കെ, റിയോസ്റ്റാറ്റ്. പിന്നെ ഇവിടെ നമുക്ക് വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, നമുക്കൊരു വോൾട്ട് മീറ്റർ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കണക്ട് ചെയ്യാം. ഓക്കെ, ഒരു വോൾട്ട് മീറ്റർ എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുന്നത് നമ്മുടെ അമ്മീറ്റർ ആണ്. ഇവിടെ ഒരു വോൾട്ട് മീറ്റർ. ഇവിടെ നമുക്കൊരു അമ്മീറ്ററും ദെൻ ഇവിടെ ഒരു വോൾട്ട് മീറ്ററും. അപ്പോൾ ഇതുവഴി പോകുന്ന കറണ്ട് നമുക്കറിയാം, ഏത് കറണ്ടാണ്, IE എന്ന് പറയുന്ന നമ്മുടെ എമിറ്റർ കറണ്ടാണ് ഇതുവഴി പോകുന്നത്. ഇവിടുത്തെ വോൾട്ടേജ് എന്ന് വെച്ചാൽ ബേസ് എമിറ്റർ വോൾട്ടേജ് ആണ്. എമിറ്റർ ബേസ് വോൾട്ടേജ് VEB എന്ന വോൾട്ടേജ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇവിടെ നിൽക്കുന്നത്. പിന്നെ RH എന്ന് പറയുന്ന ഒരു റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, VEE എന്ന് പറയുന്ന ഒരു പവർ സപ്ലൈയും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഔട്ട്പുട്ട് സെക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഔട്ട്പുട്ട് സെക്ഷൻ നോക്കാം. ഔട്ട്പുട്ട് സെക്ഷനിലും ഇതുപോലെ തന്നെ എന്താണ്, ഔട്ട്പുട്ട് സെക്ഷൻ നമുക്ക് വരയ്ക്കേണ്ടത് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു അമ്മീറ്റർ നമുക്ക് അവിടെ കണക്ട് ചെയ്യണം. ഓക്കെ, അമ്മീറ്റർ കണക്ട് ചെയ്യണം. അപ്പോൾ അതിന്റെ ഗ്യാപ്പ് ഞാൻ അവിടെ വിട്ടു. അതിനുശേഷം എന്താണ്, നമുക്കൊരു വോൾട്ടേജ് മെഷർ ചെയ്യണം. സോ അവിടെ ഒരു വോൾട്ട് മീറ്ററും എന്ത് ചെയ്യണം, നമുക്ക് അവിടെ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുക. ഓക്കെ, വോൾട്ട് മീറ്റർ. നേരത്തെ ചെയ്ത പോലെ തന്നെ അവിടെ ചെയ്ത എന്ത് ചെയ്യുക, ഒരു റിയോസ്റ്റാറ്റ് ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇവിടെ കുറച്ച് ബാറ്ററി കൂടുതൽ കാണിച്ചിരിക്കുക, കാരണം നമുക്ക് വോൾട്ടേജ് കൂടുതലായിട്ട് വേണം. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ അമ്മീറ്റർ, ഇത് വോൾട്ട് മീറ്റർ. ഓക്കെ, വോൾട്ട് മീറ്ററിൽ ഇതെന്ത് റീജിയൻ ആണ്, VCB. ഓക്കെ, നമ്മുടെ കളക്ടർ ബേസ് റീജിയൻ. ഇവിടെ കൂടി പോകുന്ന കറണ്ട് എന്താണ്, IC എന്ന് പറയുന്ന കറണ്ടാണ് ഇതുവഴി പാസ് ചെയ്ത് പോകുന്നത്. ഇത് നമ്മുടെ RH എന്ന് പറയുന്ന റിയോസ്റ്റാറ്റ്, സെക്കൻഡ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം, ഇത് നമുക്ക് ഫസ്റ്റ് എന്ന് കൊടുത്തിരിക്കാം. ഓക്കെ, നമ്മുടെ VCC. ഓക്കെ, VCC വോൾട്ടേജ്, കളക്ടറിലുള്ള വോൾട്ടേജ്, ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇതിന്റെ ഇൻപുട്ട് ക്യാരക്ടർ ആണ്. ഓക്കെ, എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്, ഇൻപുട്ട് ക്യാരക്ടർ. അപ്പോൾ എന്താണ് ഇൻപുട്ട് ക്യാരക്ടർ? അപ്പോൾ ഇൻപുട്ട് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്, നമ്മുടെ ആ ഒരു ബേസ് എമിറ്റർ വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യും, അവിടെ മാറ്റും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, ബേസ് എമിറ്റർ വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേസ് എമിറ്റർ വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട്, ഓക്കെ, ബേസ് എമിറ്റർ വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇവിടുത്തെ ഈ ഒരു IE എന്ന് പറയുന്ന കറണ്ടിനുണ്ടാകുന്ന വേരിയേഷൻ കാണിക്കുന്നതിന് എന്ത്, ഇൻപുട്ട് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്, നമ്മൾ ഇവിടെ ഇതെല്ലാം ഫിക്സ് ആക്കി വെക്കും. ഓക്കെ, നമുക്കറിയാലോ റിയോസ്റ്റാറ്റ് മൂവ് ചെയ്താൽ എന്ത് ചെയ്യും, വോൾട്ടേജ് അവിടെ വേരി ചെയ്യും. ഓക്കെ, റിയോസ്റ്റാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താൽ വോൾട്ടേജ് വേരി ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് കംപ്ലീറ്റ് എന്ത് ചെയ്യും, ഇൻപുട്ട് ക്യാരക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ പാർട്ട് കംപ്ലീറ്റ് എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, എന്താണ്, ഫിക്സഡ് ആയിരിക്കും. നമ്മൾ ഇവിടുത്തെ റിയോസ്റ്റാറ്റ് ഒന്നും എന്ത് ചെയ്യത്തില്ല, തൊടത്തില്ല. റിയോസ്റ്റാറ്റ് ഏതെങ്കിലും ഒരു വാല്യൂ നമ്മൾ അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കും. ഇവിടെ നമ്മൾ എന്തില്ല, വേറെ ഒരു അഡ്ജസ്റ്റ്മെന്റും ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ വേറെ എന്താ ചെയ്യുന്നത്, ഇവിടുത്തെ ഈ പാർട്ട് വന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, റിയോസ്റ്റാറ്റ് മെല്ലെ മെല്ലെ എന്ത് ചെയ്യും, ഇവിടെ മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ റിയോസ്റ്റാറ്റ് മൂവ് ചെയ്യുമ്പോൾ ഇവിടുത്തെ എന്താ മാറുന്നത്, VEB. കാരണം നമ്മൾ റിയോസ്റ്റാറ്റ് ഒരു പൊട്ടൻഷ്യൽ ഡിവൈഡർ മെത്തേഡിലാണ് വെച്ചിരിക്കുന്നത്. സോ നമ്മൾ റിയോസ്റ്റാറ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇവിടുത്തെ ബേസ് എമിറ്റർ വോൾട്ടേജ്, ഓക്കെ, അല്ലെങ്കിൽ എമിറ്റർ ബേസ് വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വേരി ചെയ്യുന്നു. അപ്പോൾ എമിറ്റർ ബേസ് വോൾട്ടേജ് വേരി ചെയ്യുന്നതനുസരിച്ച് ഇവിടെ കറണ്ടിന് എന്തുണ്ടാവും, ഒരു വേരിയേഷൻ വരും. ഓക്കെ, അപ്പോൾ
that is keeping the base voltage constant and varying the base emitter. Okay, ബേസ് എമിറ്റർ വോൾട്ടേജ് വേരി ചെയ്തുകൊണ്ട് കളക്ടർ ബേസ് റേഞ്ച് നമ്മളിവിടെ കോൺസ്റ്റന്റ് ആക്കി നിർത്തും. ഓക്കെ, ഇവിടെ എഴുതരാം എങ്ങനെയാണെന്ന്. ദാറ്റ് ഈസ് ഇത് കണ്ടീഷനാണ്, കീപ്പിംഗ് VCB കോൺസ്റ്റന്റ്. ഓക്കെ, VCB എന്ത് ചെയ്യാം, കോൺസ്റ്റന്റ് ആക്കി വെക്കുക. എന്ത് വേരി ചെയ്യുക, വേരി VEB. ഓക്കെ, VEB നമ്മൾ വേരി ചെയ്യും. കറസ്പോണ്ടിങ് എന്താണ്, IE വാല്യൂ ഈസ് നോട്ടഡ്. മനസ്സിലായോ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ VCB എന്ന് പറയുന്ന വാല്യൂ അവിടെ കോൺസ്റ്റന്റ് ആക്കി വെക്കുക. VCB വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് സെക്ഷനിലെ വോൾട്ടേജും കറണ്ടും എല്ലാം അവിടെ കോൺസ്റ്റന്റ് ആക്കി വെക്കുക. എന്ത് ചെയ്താൽ അത് ഓഫ് ചെയ്ത് നിട്ടുകളിൽ VCB എന്ന് വെച്ചാൽ പവർ സപ്ലൈ ഇവിടെ ഉണ്ടാവണം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യേണ്ട, റിയോസ്റ്റാറ്റിലൊന്നും പോയി നമ്മൾ എന്ത് ചെയ്യേണ്ട, അവിടെ തൊടേണ്ട ആവശ്യമില്ല, വെറുതെ വെച്ച് വയ്ക്കാം. ഓക്കെ, പക്ഷേ ഇൻപുട്ട് ക്യാരക്ടർ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്, അവിടെ അത് കോൺസ്റ്റന്റ് ആക്കി വെക്കും. ഏതൊരു വാല്യൂ നമ്മളവിടെ കോൺസ്റ്റന്റ് ആക്കി വെക്കും. കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് നമ്മൾ എന്ത് വേരി ചെയ്യും, ഇവിടുത്തെ VEB എന്ന് പറഞ്ഞ ഈ ഒരു വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടോ വേരി ചെയ്യും. അപ്പോൾ ഇതിന്റെ വേരിയേഷൻ അനുസരിച്ചിട്ട് അവിടെ കറണ്ടിന് എന്ത് മാറ്റം ഉണ്ടാവുന്നു എന്ന സ്റ്റഡിയാണ് എവിടെ പറയുന്നത്, ഇൻപുട്ട് ക്യാരക്ടറിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് പറയുന്നത്, ഇറ്റ് കോൾഡ് ആസ് ദ ഇൻപുട്ട് ക്യാരക്ടർ. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ക്യാരക്ടർ നമ്മളിങ്ങനെ നോക്കുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെ പറഞ്ഞപ്പോഴാണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കർവ് എന്ന് പറയും. എന്താണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കർവ്? അപ്പോൾ ഒരു കോമൺ ബേസ് കോൺഫിഗറേഷന്റെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കർവ് ഡ്രോ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എക്സ് ആക്സിസിൽ VEB എന്ന് പറയുന്ന വോൾട്ടേജ്, ഓക്കെ, VEB എന്ന് പറയുന്ന എമിറ്റർ ബേസ് വോൾട്ടേജും Y ആക്സിസിൽ IE എന്ന് പറയുന്ന കറണ്ടും, ഓക്കെ, IE എന്ന് പറയുന്ന കറണ്ടും എടുത്തുകൊണ്ട് നമ്മൾ എന്ത് പ്ലോട്ട് ചെയ്യുന്നത്, വി ആർ പ്ലോട്ടിങ് ദ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ബേസ് എമിറ്റർ കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പോൾ അത് ഓരോന്നായിട്ട് പഠിച്ചാലേ പറ്റുള്ളൂ. കാരണം നമുക്ക് ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ കോമൺ ബേസും കോമൺ കളക്ടറും നമുക്ക് അവിടെ കോമൺ എമിറ്ററും കോമൺ കളക്ടറും നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യേണ്ടി വരും. സോ അപ്പോൾ നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഓരോന്നും അവിടെ പഠിച്ചു പോവുക. അപ്പോൾ നമ്മുടെ ബേസ് ഫിക്സ് ആക്കുമ്പോൾ, ഓക്കെ, ബേസ് ഇങ്ങനെ ഫിക്സ് ആക്കുന്നു. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ആര് വരും, ലെഫ്റ്റ് സൈഡിൽ നമുക്ക് അവിടെ എമിറ്റർ സെക്ഷൻ, റൈറ്റ് സൈഡിലോ ആര് വരും, കളക്ടർ സെക്ഷൻ വരും. അപ്പോൾ എമിറ്റർ ബേസും കളക്ടർ ബേസും. ഓക്കെ, അപ്പോൾ എമിറ്റർ ബേസ് ആണ് നമ്മുടെ ഇൻപുട്ട് സെക്ഷൻ. അപ്പോൾ അവിടുത്തെ എമിറ്റർ ബേസ് വോൾട്ടേജ് VEB എന്ന് പറയുന്ന എമിറ്റർ ബേസ് വോൾട്ടേജും അവിടുത്തെ എമിറ്റർ കറണ്ടും തമ്മിൽ ഡ്രോ ചെയ്യുന്നതാണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് പതുക്കെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വാല്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ഈ ഒരു VCB നമ്മൾ ഫിക്സ് ആകുമെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, നമ്മൾ ആദ്യം വെക്കുന്നത് ഈ VCB നമ്മൾ 0യിൽ വെക്കത്തില്ല. ആദ്യം ഞാൻ VCB ഇപ്പോൾ എന്ത് ചെയ്യുന്നു, VCBയുടെ വാല്യൂ ഒരു 5 വോൾട്ട് വെക്കുവാണ്. ഓക്കെ, VCBയുടെ വാല്യൂ എന്ത് ചെയ്തു, ഞാൻ 5 വോൾട്ടിൽ ഫിക്സ് ചെയ്തു. ഓക്കെ, ഇതിനെ 5 വോൾട്ട് ഫിക്സ് ചെയ്യുന്നു. 5 വോൾട്ട് ഫിക്സ് ചെയ്തിട്ട് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഇവിടെ മാറ്റുന്നത്. ഓക്കെ, 5 വോൾട്ട് ഫിക്സ് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യാണ്, ഞാനിത് മൂവ് ചെയ്യാണ്. അപ്പോൾ ഇത് ഏകദേശം 5 വോൾട്ട് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 5 വോൾട്ട് ഫിക്സ് ചെയ്തു. ഓക്കെ, എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, VCB 5 വോൾട്ട് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, പിന്നെ ഞാൻ അതിൽ തൊടുന്നില്ല. അപ്പോൾ അത് കോൺസ്റ്റന്റ് ആയി, പിന്നെ മാറ്റുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം, VEB മാറ്റും. അപ്പോൾ ഞാനിങ്ങനെ ഇതിനെ 5 വോൾട്ട് ഫിക്സ് ചെയ്തിട്ട് പതിയെ മൂവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്ത്, ഇതുപോലത്തെ ഒരു ഗ്രാഫ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഡ്രോ ചെയ്യാൻ പറ്റും. കണ്ടോ? അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ VCEBയുടെ വാല്യൂ 5 വോൾട്ട് ആയിരുന്ന സമയത്തുള്ള ഗ്രാഫാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, VCBയുടെ വാല്യൂ 5 വോൾട്ട് വേണമെങ്കിൽ ഒരു 1 വോൾട്ട് കൊടുത്താലും മതി. ഓക്കെ, ടെക്സ്റ്റിൽ 1 വോൾട്ടാണ് പോയത്. അപ്പോൾ നമുക്ക് 1 വോൾട്ട് തന്നെ എടുക്കാം. ഓക്കെ, ഒരു 1 വോൾട്ട് കൊടുക്കുന്നു. ഫസ്റ്റ് കേസിൽ ഞാൻ എന്ത് ചെയ്യുന്നു, VCBയുടെ കാര്യം ഞാൻ 1 വോൾട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ 1 വോൾട്ട് കൊടുത്തപ്പോൾ ഉള്ള ഗ്രാഫാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ എനിക്കിപ്പോൾ ഈ ഡ്രോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓരോ പോയിന്റ്സ് നോട്ട് ചെയ്യുക, അവിടുത്തെ ഗ്രാഫ് നമ്മൾ ഡ്രോ ചെയ്യുക. ഓക്കെ, അടുത്ത് ഞാൻ എന്ത് ചെയ്തു, ഈ VCBയുടെ വാല്യൂ ഞാൻ ഇപ്പോൾ 1 വോൾട്ട് അല്ലേ കൊടുത്തേ, 5 വോൾട്ട് വേണമെങ്കിൽ കൊടുത്തു നോക്കട്ടെ. ഞാൻ ഇപ്പോൾ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ ആക്കേണ്ടതെന്ന് വെച്ചിട്ട് 1 വോൾട്ട് പറഞ്ഞു. 5 വോൾട്ട് കൊടുത്താലും വേറെ പ്രശ്നവും വരത്തില്ല. ഇനി ഞാനതൊന്ന് 10 വോൾട്ട് ആക്കി നോക്കുന്നു. ഓക്കെ, 10 വോൾട്ട് ആക്കി നോക്കുന്നു. അപ്പോൾ ഞാനത് 10 വോൾട്ട് ആക്കി നോക്കുമ്പോഴും അവിടെ കാണുന്ന ഗ്രാഫിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ചെറിയൊരു സ്ലൈറ്റ് വേരിയേഷൻ തൊട്ടപ്പുറത്തായിട്ട് വന്നിട്ട് എന്ത് ചെയ്യുന്നു, VCBയുടെ വാല്യൂ ഇടുന്നു. VCB ആ തവണ എത്ര വാല്യൂ ആണ്, ആ ഒരു സമയത്ത് അത് 10 വോൾട്ട് ആണ്. എത്രയാണ്, 10 വോൾട്ട് ആണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ VCB എന്ന് പറയുന്ന വാല്യൂ ശരിക്കും നമ്മുടെ ഇൻപുട്ട് സെക്ഷൻ എന്ത് ചെയ്യുന്നില്ല, അവിടെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതായത് IEയുടെ വാല്യൂ, IE ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് VCB. ഓക്കെ, അതായത് നമ്മുടെ ഇൻപുട്ട് കറണ്ട്
ഔട്ട്പുട്ട് വോൾട്ടേജിന് എന്ത് ചെയ്യുന്നില്ല, അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം ഏകദേശം സെയിം ആയിട്ടുള്ള കിട്ടിയല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻ നമുക്ക് പറയാവുന്ന വേരിയേഷൻ ഉണ്ടെന്ന് പറയായിരുന്നു. പക്ഷെ നമ്മൾ നോക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല, വലിയൊരു വേരിയേഷൻ വരുന്നില്ല. ഏകദേശം എന്ത് തന്നെയാണ് അവിടെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ വാല്യൂ നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഏതാണ് ഐക്ക് 2 പ്രാവശ്യം ഏകദേശം നമ്മൾ നോക്കുമ്പോൾ സെയിം വാല്യൂ തന്നെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, വലിയൊരു സ്ലൈറ്റ് വേരിയേഷൻ ഒന്നും അവിടെ വലിയൊരു ലാർജ് വേരിയേഷൻ വരുന്നില്ല. ജസ്റ്റ് സ്ലൈറ്റ് വേരിയേഷൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ അവിടെ നമുക്ക് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഒന്നാമത്തെ കേസായിട്ട് അവിടെ എഴുതാനായിട്ട് വരുന്നത്. അപ്പോൾ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ എടുക്കും? ഇൻപുട്ട് ക്യാരക്ടർ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ആദ്യം എന്ത് ചെയ്യാം, VCB നമ്മൾ കോൺസ്റ്റന്റ് ആക്കുക. VCB മീൻസ് അവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കുക. കോൺസ്റ്റന്റ് ആക്കുക മീൻസ് ഒരിക്കലും 0 ആക്കി വെക്കല്ല. ഒന്നുകിൽ 1 വോൾട്ടോ 2 വോൾട്ടോ 5 വോൾട്ടോ ഏത് വേണോ വെക്കാം. ഏതെങ്കിലും വോൾട്ടേജ് വെച്ചിട്ട് അവിടെ ഫിക്സഡ് ആക്കി വെക്കുക. പിന്നെ റിയോസ്റ്റാറ്റിൽ പോയി നമ്മൾ മൂവ് ചെയ്യാൻ പാടില്ല. ഓക്കെ, റിയോസ്റ്റാറ്റ് അവിടെ ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് എന്ത് ചെയ്യണം, നമ്മുടെ ഔട്ട്പുട്ട് സെക്ഷൻ നമ്മളവിടെ ഫിക്സ് ആക്കി വെച്ചു. ഇനി എന്ത് ചെയ്യാം, ഇൻപുട്ട് അവിടെ വേരി ചെയ്യുക. ഇൻപുട്ട് റിയോസ്റ്റാറ്റ് വേരി ചെയ്ത് അത് നമ്മൾ 1 വോൾട്ട് കൊണ്ടുവയ്ക്കും. ഏതിന്റെ വാല്യൂ, VCB വാല്യൂ. കറസ്പോണ്ടിങ് ആയിട്ട് കറണ്ട് നോട്ട് ചെയ്യും. വീണ്ടും അടുത്തൊരു വാല്യൂ കൊണ്ടുവയ്ക്കും, കറണ്ട് നോട്ട് ചെയ്യും. അങ്ങനെ നോട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും, ഒരു ഗ്രാഫ് നമുക്കവിടെ ഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഗ്രാഫ് നമ്മുടെ VCB വീണ്ടും എന്ത് ചെയ്യും, VCB നെക്സ്റ്റ് ഒരു വാല്യൂട്ട് മാറ്റി നോക്കും. അപ്പോൾ VCB നമ്മൾ മാറ്റി നോക്കിയാലും അവിടെ എന്ത് ചെയ്യുന്നില്ല, വലിയൊരു വേരിയേഷൻ ഒന്നും എന്ത് ചെയ്യുന്നില്ല, അവിടെ വരുന്നില്ല. ഒരു ചെറിയൊരു വേരിയേഷൻ മാത്രം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അവിടെ നമ്മുടെ ഇൻപുട്ട് കറണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജിനൊന്നും എന്ത് ചെയ്തില്ല, ഡിപ്പെൻഡ് ചെയ്തില്ല എന്ന് നമുക്ക് അവിടെ പറയാൻ സാധിക്കും. ഓക്കെ, ഇൻപുട്ട് കറണ്ട് എന്ത് ചെയ്യുന്നില്ല, ഔട്ട്പുട്ട് കറണ്ടിനെ അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇൻപുട്ട് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ നോക്കിയ സമയത്ത് നമുക്ക് ഇൻപുട്ടിൽ ഒരു കറണ്ടും ഉണ്ട്, ഒരു വോൾട്ടേജും ഉണ്ട്. എന്തൊക്കെയുണ്ട്, ഇൻപുട്ടിൽ ഒരു കറണ്ടും വരുന്നുണ്ട്, ഒരു വോൾട്ടേജും വരുന്നുണ്ട്. അപ്പോൾ കറണ്ടും വോൾട്ടേജും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഇൻപുട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. എന്താണ്, കറണ്ടും വോൾട്ടേജും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എടുക്കാം. സോ അവിടുത്തെ ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഇവിടുത്തെ ഇൻപുട്ട് റെസിസ്റ്റൻസ് വെച്ച് നമ്മൾ മാർക്ക് ചെയ്യുന്ന RI എന്നാണ്. സോ ഇൻപുട്ട് റെസിസ്റ്റൻസ് RI എത്ര കിട്ടും, നമുക്ക് അവിടുത്തെ കറണ്ട് വോൾട്ടേജ് എത്രയാണ്, ഡെൽറ്റ VEB ആണ്. ഓക്കെ, ഡെൽറ്റ VEB ആണ്. ദെൻ ഡെൽറ്റ IE ആണ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ഇൻപുട്ട് റെസിസ്റ്റൻസ് RI ഈസ് ഈക്വൽ ടു ഡെൽറ്റ VEB. ഓക്കെ, ഡെൽറ്റ VEB ഡിവൈഡ് ബൈ ഡെൽറ്റ IE ആണ്. ഒരു കാര്യം കൂടി എഴുതണം, അറ്റ് കോൺസ്റ്റന്റ് എപ്പോഴാണ്, അറ്റ് കോൺസ്റ്റന്റ് VCB കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെൽറ്റ VEBയുടെയും ഡെൽറ്റ ഐയുടെയും വാല്യൂ സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നത്, ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് ദ റെസിസ്റ്റൻസ്. ഓക്കെ, ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ എന്താ ചെയ്യുന്നത്, ദാറ്റ് ഈസ് നമ്മൾ അവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഫിക്സ്ഡ് ആക്കി വെക്കും. ഔട്ട്പുട്ട് കറണ്ട് ഫിക്സ്ഡ് ആക്കി വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ട് കറണ്ട് ഫിക്സ്ഡ് ആക്കി വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ദാറ്റ് ഈസ് നമ്മളവിടെ ഇൻപുട്ട് ഇതിന്റെ വേരിയേഷൻസ് നമ്മളവിടെ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ എന്ത് കിട്ടും, ഇൻപുട്ട് ക്യാരക്ടർ കിട്ടും. ഇൻപുട്ട് ക്യാരക്ടറിൽ ഒന്ന് നമുക്ക് ആ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം, മറ്റൊന്ന് ആ ഒരു ഇൻപുട്ട് റെസിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യണം, അവിടെ പ്ലോട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെ നമുക്ക് അവിടെ ഇൻപുട്ട് ക്യാരക്ടർ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിലോട്ട് പോകാം. ഓക്കെ, ഇൻപുട്ട് ക്യാരക്ടർ ഓക്കെ ആണല്ലോ, നമുക്ക് ഇൻപുട്ട് റെസിസ്റ്റൻസും അതിൽ നമുക്ക് കിട്ടി. ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഔട്ട്പുട്ട് ക്യാരക്ടറിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് ക്യാരക്ടർ എന്തായിരിക്കും, നമ്മൾക്ക് ഔട്ട്പുട്ടിൽ ഒരു വേരിയേഷൻ നമുക്ക് സ്റ്റഡി ചെയ്ത് നമ്മൾ ഔട്ട്പുട്ട് ക്യാരക്ടർ യൂസ് ചെയ്ത്. സോ ഔട്ട്പുട്ട് ക്യാരക്ടർ, ഓക്കെ, ഔട്ട്പുട്ട് ക്യാരക്ടർ നോക്കാം. അപ്പോൾ ഔട്ട്പുട്ട് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ IC കറണ്ടിന് ഉണ്ടാകുന്ന വേരിയേഷൻ. ഓക്കെ, എപ്പോഴാണ് IC current ഉണ്ടാകുന്ന വേരിയേഷൻ, that is while we are changing the collector base current. Okay, collector base voltage. Okay, that is the collector current IC is measured for various collector to base voltage VCB, keeping the emitter current constant. Okay, അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ എമിറ്റർ കറണ്ട് എന്ത് ചെയ്യും, അവിടെ കോൺസ്റ്റന്റ് ആക്കി വെക്കും. ഓക്കെ, എമിറ്റർ കറണ്ട് എവിടുത്തെ കറണ്ട് ആണ്, നമ്മുടെ ഇൻപുട്ട് കറണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് വി ആർ ടേക്കിംഗ് IE എന്താക്കുന്നു, കോൺസ്റ്റന്റ്. ഓക്കെ, IE കോൺസ്റ്റന്റ് ആക്കുന്നു. IE കോൺസ്റ്റന്റ് ആക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, IE കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് വി ആർ വേരിയിങ് ദ VCB. ഓക്കെ, വേരിയിങ് VCB ആൻഡ് IC is noted. VCB വേരി ചെയ്തുകൊണ്ട് IC എന്തുണ്ട് നമ്മളവിടെ നോട്ട് ചെയ്യുന്നുണ്ട്.
ഓക്കെ. അപ്പോൾ ഇതിന്റെ ഒരു ഗ്രാഫ് വേറെ പ്രൊസീജിയർ സെയിം തന്നെ. റിയോസ്റ്റാറ്റ് ആദ്യം ഇവിടെ ഒരു IE കറന്റിന് മൂവ് ചെയ്ത് കോൺസ്റ്റന്റ് ആക്കി വെക്കാം. ഓക്കെ. IE കറന്റിന് എന്ത് ചെയ്യുന്നു? കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യാം? അവിടെ റിയോസ്റ്റാറ്റിൽ പിന്നീട് ആരും തൊടാൻ പോകണ്ട. എന്ത് ചെയ്താൽ മതി? അടുത്ത് പിന്നെ ഈ ഒരു സെക്ഷൻ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? അവിടെ നോക്കിയാൽ മതി. ഓക്കെ. എന്ത് വേരി ചെയ്യും? ഇവിടുത്തെ ഈ ഒരു വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? അവിടെ വേരി ചെയ്യും. ഓക്കെ. ഇതായിരിക്കും നമ്മൾ വേരി ചെയ്യുന്നത്. ഓക്കെ. വേരി ചെയ്യും. കറസ്പോണ്ടിങ് ഇത് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? നോക്കാം. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഗ്രാഫിൽ ഇവിടെ നമ്മൾ ഗ്രാഫ് ഡ്രോ ചെയ്തത് ദാറ്റ് ഈസ് എക്സ് ആക്സിസിൽ നമ്മുടെ VCB വാല്യൂ ആയിരിക്കും. ഓക്കെ. എന്തായിരിക്കും? എക്സ് ആക്സിസിൽ VCB വാല്യൂ ആണ്. ഓക്കെ. VCB കാരണം VCB നമ്മൾ വേരി ചെയ്യുന്നത്. അപ്പോൾ VCB ഒരു 5 വോൾട്ട് 10 വോൾട്ട് ഓക്കെ 20 വോൾട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ വേരി ചെയ്യാം. ഓക്കെ. 15 വോൾട്ട് ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വേരി ചെയ്യാൻ പറ്റും. ദെൻ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യുന്ന IC വാല്യൂസ് ആണ്. എന്താണ്? IC വാല്യൂ. ഓക്കെ. IC വാല്യൂ എന്ത് ചെയ്യുന്നു? നോട്ട് ചെയ്യുന്നു ഇൻ മില്ലി ആംപിയർ. ഓക്കെ. മില്ലി ആംപിയർ റേഞ്ചിലാണ് എന്ത് ചെയ്യുന്നത്? IC വാല്യൂസ് നമ്മളവിടെ നോട്ട് ചെയ്യുന്നത്. അപ്പോൾ 5, 10, 15, 20, 25 ഈ റേഞ്ചിൽ എന്ത് ചെയ്യും? നമ്മളവിടെ വേരി ചെയ്യും. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ എന്ത് പറഞ്ഞു? IE വാല്യൂ നമ്മളവിടെ ഫിക്സ് ചെയ്ത് വെക്കണം. ഓക്കെ. എന്ത് ചെയ്യണം? IE വാല്യൂ ഫിക്സ് ചെയ്തു. അപ്പോൾ ഞാൻ ആദ്യം ഞാൻ എന്ത് ചെയ്യാണ്? IE വാല്യൂവിനെ ഫിക്സ് ചെയ്യുന്നു. ഒരു 5 മില്ലി ആംപിയറിൽ ഫിക്സ് ചെയ്യുന്നു. ഓക്കെ. 5 മില്ലി ആംപിയറിൽ എന്ത് ചെയ്യാണ്? ഞാൻ IE വാല്യൂവിനെ ഫിക്സ് ചെയ്യുകയാണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് നോട്ട് ചെയ്യണം? IE വാല്യൂവിനെ ഫിക്സ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് നമ്മൾ എന്ത് നോട്ട് ചെയ്യാം? ഇവിടുത്തെ വേരിയേഷൻ. ഓക്കെ. അപ്പോൾ ഞാൻ IE അവിടെ ഫിക്സഡ് ആക്കി. ഓക്കെ. ഫിക്സഡ് ആക്കി. ഇനി ഫിക്സഡ് ആക്കിയിട്ട് എന്ത് ചെയ്യുക? റിയോസ്റ്റാറ്റ് മൂവ് ചെയ്യാം. അപ്പോൾ റിയോസ്റ്റാറ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇവിടെ എന്ത് സംഭവിക്കും? പതിയെ പതിയെ എന്ത് ചെയ്യും? ഇങ്ങനെ റൈസ് നടന്നും പിന്നെ എന്തായിരിക്കും? അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ IEയുടെ വാല്യൂ എപ്പോഴാണ്? 5 മില്ലി ആംപിയർ ആയിരുന്ന സമയത്തുള്ള വാല്യൂ ആണ് എനിക്ക് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്തത്. ഓക്കെ. 5 മില്ലി ആംപിയർ സമയത്ത്. അടുത്ത് നോക്കുമ്പോൾ ഞാൻ Iയുടെ വാല്യൂ എന്താക്കുന്നു? 5 മില്ലി ആംപിയർ മാറ്റിയിട്ട് ഞാൻ Iയുടെ വാല്യൂ ഞാൻ അവിടെ 10 മില്ലി ആംപിയർ ആക്കുന്നു. ഓക്കെ. 10 മില്ലി ആംപിയർ. അപ്പോൾ ആ ഒരു കേസ് വരുന്ന സമയത്തും എനിക്ക് എന്തിനെ കിട്ടും? ദേ ഈ ഒരു ഗ്രാഫ് നമുക്ക് എന്ത് കിട്ടും? അവിടെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ Iയുടെ വാല്യൂ എപ്പോഴാ? 10 മില്ലി ആംപിയർ ആവുന്ന സമയത്താണ്. 10 മില്ലി ആംപിയർ. അടുത്ത കേസിലോ? അടുത്ത് 15 മില്ലി ആംപിയർ ആവുന്നു. അടുത്ത് എന്ത് ചെയ്യുന്നു? 20 മില്ലി ആംപിയർ ആവുന്നു. അപ്പോൾ ഓരോ വേരിയേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമ്മൾ എവിടെ നോക്കുന്ന സമയത്തും നമ്മൾ നോക്കുമ്പോൾ IC എന്ത് ചെയ്യാണ്? VCBക്ക് അനുസരിച്ച് അവിടെ വലിയൊരു വേരിയേഷൻ ഒന്നും കാണിക്കുന്നില്ല. ഓക്കെ. എന്ത് ചെയ്യുന്നില്ല? VCB ഇൻക്രീസ് ചെയ്യുന്ന ICക്ക് അവിടെ ഒരു മാറ്റം വരുന്നില്ല. IC എന്ത് ചെയ്യാണ്? അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ നമുക്ക് പറയാം ഈ IC ശരിക്കും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? VCB അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ. IC എന്ത് ചെയ്യുന്നില്ല? VCB അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം ഇവിടെ നോക്കിക്കേ നമ്മൾ VCB ഇവിടെ വലിയ 5, 10, 20, 25 രീതിയിൽ മാറ്റുന്നു. പക്ഷേ ICക്ക് അങ്ങനെ ഒരു വേരിയേഷൻ വരുന്നുണ്ട്. ചെറിയൊരു വേരിയേഷൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? IC അവിടെ കാണിക്കുന്നുള്ളൂ. ബാക്കി പിന്നെ IC എന്ത് ചെയ്യണം? അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് തുടരുവാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് IC ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എന്തിന് ഇൻഡിപെൻഡന്റ് ആണ്? ഇൻഡിപെൻഡന്റ് ഓഫ് VCB. ഓക്കെ. അതായത് ഔട്ട്പുട്ട് കറന്റ് വേരി ചെയ്യുന്നതനുസരിച്ചിട്ട് അവിടെ എന്ത് വേരി ചെയ്യുന്നില്ല? സോറി ഔട്ട്പുട്ട് വോൾട്ടേജ് വേരി ചെയ്യുന്നതനുസരിച്ചിട്ട് ഔട്ട്പുട്ട് കറന്റ് എന്ത് ചെയ്യുന്നില്ല? അവിടെ മാറുന്നില്ല. ആകെ അവിടെ ആ ഒരു ഇൻക്രീസിങ് വരുന്നത് എപ്പോൾ മാത്രമാണ്? ആകെ അവിടെ ഒരു ഇൻക്രീസിങ് വരുന്നത് നമ്മുടെ IE മാറുമ്പോൾ മാത്രമാണ്. അതായത് ഇൻപുട്ട് കറന്റ് മാറുമ്പോൾ മാത്രമേ ഔട്ട്പുട്ട് കറന്റിന്റെ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ അതിന്റെ ഒരു മീനിങ് എന്ന് വെച്ചാൽ അവിടെ ശരിക്കും ആംപ്ലിഫിക്കേഷൻ നടക്കുന്നു എന്നാണ്. കാരണം നമ്മുടെ ഇൻപുട്ട് കറന്റിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ട് കറന്റ് അവിടെ മാറുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല? അവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജിനനുസരിച്ചിട്ട് ഔട്ട്പുട്ട് കറന്റ് ഒരിക്കലും മാറുന്നില്ല. ഓക്കെ. അതവിടെ എന്താണ്? അവിടെ ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ. അപ്പോൾ അവിടെ നമുക്കൊരു കൺസിഡറേഷൻ പറയാൻ പറ്റുന്നത് നമുക്കവിടെ ആ ഒരു എമിറ്റർ കറന്റ് ഓക്കെ നമ്മുടെ IE എന്ന് പറയുന്ന എമിറ്റർ കറന്റ് മാക്സിമം എന്ത് ചെയ്യാണ്? കളക്ടർ കൂടി അവിടെ ഫ്ലോ ചെയ്യുവാണ്. കാരണം അവിടെ ആ VCB കാര്യം നോക്കുന്നില്ല. ഓക്കെ. VCB ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ നോക്കുന്നില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ആ ബേസ് വഴി എമിറ്റർ കറന്റ് അതുവഴി എന്ത് ചെയ്യാണ്? നമ്മുടെ കളക്ടർ വഴി അവിടെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഈ IC എന്ന് പറയുന്ന വാല്യൂ എന്തിന് ഇൻഡിപെൻഡന്റ് ആവുന്നത്? VCBക്ക് ഇൻഡിപെൻഡന്റ് ആവുന്നത്. പക്ഷേ IC എന്തിന് ഡിപെൻഡ് ചെയ്യുന്നുണ്ട്? IC ഡിപെൻഡ് ഓൺ IE വാല്യൂ. ഓക്കെ. ഇൻപുട്ട് സെക്ഷൻ ആയ IE വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതൊരു വാല്യൂ അവിടെ ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ. ഈ ഒരു വാല്യൂ അല്ല ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇതാണ് നമ്മുടെ എക്സ്പ്ലനേഷൻ ആയിട്ട് എന്ത് ചെയ്യേണ്ടത്? അവിടെ എഴുതേണ്ടത്. ഓക്കെ. എക്സ്പ്ലനേഷൻ ഇത് അവിടെ കൊടുക്കണം. അപ്പോൾ ഇത് ഓക്കെ ആണല്ലോ ഔട്ട്പുട്ട് ക്യാരക്ടർ.
ഇൻപുട്ട് ക്യാരക്ടർ പോലെ തന്നെ ഔട്ട്പുട്ട് ക്യാരക്ടർ. പിന്നെ ഇവിടെ നമ്മൾ വോൾട്ടേജ് അല്ല ഫിക്സ് ആക്കി വെക്കുന്നത് ഓരോ പ്രാവശ്യവും എന്ത് ചെയ്യും, നമ്മുടെ കറണ്ട് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഫിക്സ് ആക്കി വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ പ്രാവശ്യം കറണ്ട് ഫിക്സ് ചെയ്ത് വെക്കുന്നതനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, അവിടെ വേരിയേഷൻസ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ആ കറണ്ടാണ് ഔട്ട്പുട്ട് കറണ്ടും അവിടെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മളിവിടെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ക്യാരക്ടർ ഓക്കെ ആയി. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് പറഞ്ഞു, അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നമുക്ക് ഇവിടെ നോക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. ഓക്കെ, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. അപ്പോൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന R0 എന്നാണ്. നമ്മൾ ഇൻപുട്ട് റെസിസ്റ്റൻസിന് അവിടെ RI എന്ന് പറഞ്ഞു, അതുപോലെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് റെപ്രസെന്റ് എങ്ങനെയാണ്, R0 എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഔട്ട്പുട്ടിൽ എന്തൊക്കെയുണ്ട്, ഔട്ട്പുട്ട് വോൾട്ടേജും ഉണ്ട്, ഔട്ട്പുട്ട് കറണ്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, അവരുടെ റേഷ്യോസ് ആയിരിക്കും ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് R0 ഈസ് ഈക്വൽ ടു ഡെൽറ്റ VCB. ഓക്കെ, ഡെൽറ്റ VCB ഡിവൈഡ് ബൈ ഡെൽറ്റ IC. എപ്പോഴാണ്, അറ്റ് കോൺസ്റ്റന്റ് IE. ഓക്കെ, അറ്റ് കോൺസ്റ്റന്റ് IE. അപ്പോൾ കോൺസ്റ്റന്റ് IEയിൽ ഡെൽറ്റ VCB ഡിവൈഡ് ബൈ ഡെൽറ്റ IC ആണ് എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് കോൾഡ് ദ ദാറ്റ് ഈസ് ദ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. ഓക്കെ, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. അപ്പോൾ അതിൽ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ നോക്കി നമ്മുടെ ആ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ ആ ഒരു VCBക്ക് അനുസരിച്ചിട്ട് ഒരു വലിയൊരു ചേഞ്ച് ഒന്നും ആര് കാണിക്കുന്നില്ല, IC അവിടെ കാണിക്കുന്നില്ല. IC വളരെ ചെറിയൊരു ചേഞ്ച് മാത്രമേ അവിടെ കൊണ്ടുവരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓരോ കോൺഫിഗറേഷൻ അനുസരിച്ചിട്ട് നമുക്ക് അവിടെ ഒരു കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു റേഷ്യോ ഉണ്ട്. കറണ്ട് ആംപ്ലിഫിക്കേഷൻ റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത് ഔട്ട്പുട്ട് കറണ്ടിന്റെയും ഇൻപുട്ട് കറണ്ടിന്റെയും റേഷ്യോ എന്ന് പറയുന്നത് കറണ്ട് ആംപ്ലിഫിക്കേഷൻ റേഷ്യോ. അതായത് എത്ര ശതമാനം ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ആംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് അവിടെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു CB കോൺഫിഗറേഷനിൽ, ഓക്കെ, CB കോൺഫിഗറേഷനിൽ നമ്മുടെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ആൽഫ എന്നാണ്. എത്രയാണ്, ആൽഫ. ഓക്കെ, ദാറ്റ് ഈസ് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ മീൻ എന്താണ്, ദാറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് കറന്റ് ടു ദ ചേഞ്ച് ഇൻ ഇൻപുട്ട് കറന്റ്. ഓക്കെ, ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് കറന്റ് ടു ചേഞ്ച് ഇൻ ഇൻപുട്ട് കറന്റ് ആണ് എന്ത് പറയുന്നത്, നമ്മൾ അതിനെ it is called as the current amplification factor at a constant base emitter voltage. Okay, sorry, collector base voltage. Okay, that is alpha is equal to delta IC divided by delta IE. Okay, delta IC divided by delta IE at a constant VCB. ഓക്കെ, ഇതിനാണ് എന്ത് പറയുന്നത്, കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത്, ആൽഫയുടെ വാല്യൂ എപ്പോഴും യൂണിറ്റിയെ കാട്ടി കുറവായിരിക്കണം. ഓക്കെ, ആൽഫ വാല്യൂ ഈസ് ഓൾവേസ് ലെസ് ദാൻ യൂണിറ്റി. ഓക്കെ, യൂണിറ്റിയെ കാട്ടി എന്തായിരിക്കണം, ഇത് അവിടെ കുറവായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഒരുപാട് ഡിക്രീസ് ആയാൽ നമുക്ക് അവിടെ ആംപ്ലിഫിക്കേഷൻ കിട്ടത്തില്ല. പക്ഷേ ഇതിൻ്റെ ഒരു വാല്യൂസ് ഏകദേശം 0.9 to 0.99 ആ ഒരു റേഞ്ചിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ വാല്യൂസ് അവിടെ നിലനിൽക്കേണ്ടത്. ഒരുപാട് കുറയാണ്ട് പാടില്ല, പക്ഷേ 0.9 to 0.99 ആ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യാം, ഇതവിടെ നിലനിൽക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ എന്ത് പറയുന്നത്, കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ അടുത്ത് പഠിക്കുന്ന കോൺഫിഗറേഷനിൽ നമ്മുടെ കോമൺ എമിറ്ററിലും കളക്ടറിലും എന്ത് ചെയ്യും, നമ്മൾ ഇതിനെക്കുറിച്ച് അവിടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അവിടെ നമ്മൾ ഈ ആംപ്ലിഫിക്കേഷൻ ഫാക്ടേഴ്സിനെ കുറിച്ച് പഠിക്കും. ഓക്കെ, അത് ബീറ്റ എന്നും ഗാമ എന്നൊക്കെ നമ്മൾ അവിടെ പഠിക്കുന്നത്. അപ്പോൾ ഒരു കോമൺ ബേസ് കോൺഫിഗറേഷന്റെ കേസിൽ നമ്മുടെ ഒരു ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് റെപ്രസെന്റ് ബൈ ആൽഫ which is equal to delta IC by delta IB at a constant VCB. ഓക്കെ, ഇതിനാണ് എന്ത് പറയുന്നത്, കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതില് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. നമ്മുടെ ഇൻപുട്ട് ക്യാരക്ടർ പഠിച്ചു, ഔട്ട്പുട്ട് ക്യാരക്ടർ പഠിച്ചു, അതുപോലെ തന്നെ ഇൻപുട്ട് റെസിസ്റ്റൻസ് നോക്കി, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നോക്കി. ഇത് നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന ടേംസും പറഞ്ഞു. ഓക്കെ, ഇത് സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വാല്യൂസ് ഒക്കെ തന്നിട്ട് കറണ്ട് ഈ ഒരു IC വാല്യൂ വാല്യൂ തന്നിട്ട് എന്ത് ചെയ്യാം, അവിടെ ആൽഫയുടെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ ചോദിക്കാം. പിന്നെ ആൽഫയും ബീറ്റയും ഗാമയും തമ്മിൽ റിലേഷൻസ് ഉണ്ട്. അപ്പോൾ ആ റിലേഷൻസ് ചിലപ്പോൾ കണക്ട് ചെയ്ത് ചോദിക്കാറുണ്ട്. ഓക്കെ, വൈ ദ റിലേഷൻ ബിറ്റ്വീൻ ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. ചിലപ്പോൾ ആൽഫ തന്നിട്ട് അല്ലെങ്കിൽ വേറെ പാരാമീറ്റർ തന്നിട്ട് അവിടുത്തെ കളക്ടർ കറണ്ട് എത്രയാണ്, എമിറ്റർ കറണ്ട് എത്രയാണ്, അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് അവിടെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് നോക്കി വെച്ചിരിക്കാം. നമുക്ക് പ്രോബ്ലം സെക്ഷൻ പറയുന്ന സമയത്ത് അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി
നമുക്കിത് നോക്കേണ്ടത് ഓക്കെ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ലാസ്റ്റ് ആയിട്ട് നോക്കേണ്ടത് ടോപ്പിക് മീൻസ് നമ്മുടെ ഈ കോമൺ ബേസ് കോൺഫിഗറേഷനിൽ ഏറ്റവും ലാസ്റ്റ് നോക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് എക്സ്പ്രഷൻ ഫോർ ദ കളക്ടർ കറണ്ട് ആണ്. ഓക്കെ എന്താണ് എക്സ്പ്രഷൻ ഫോർ ദ കളക്ടർ കറണ്ട്. ഓക്കെ അപ്പോൾ കളക്ടർ കറണ്ടിന് വേണ്ടിയിട്ടുള്ള എക്സ്പ്രഷൻ ഓക്കെ ഇൻ ദ കോമൺ ബേസ് കോൺഫിഗറേഷൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു കോമൺ ബേസ് കോൺഫിഗറേഷനിൽ നമ്മുടെ ആ ഒരു എമിറ്ററിൽ കംപ്ലീറ്റ് കറണ്ടും എവിടെ റീച്ച് ചെയ്യുന്നില്ല, കളക്ടറിൽ റീച്ച് ചെയ്യുന്നില്ല. ഓക്കെ അപ്പോൾ ഒരു സി ബി കോൺഫിഗറേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ എല്ലാ കറണ്ടും ഓക്കെ എല്ലാ എമിറ്റർ കറണ്ടും എവിടെ റീച്ച് ചെയ്യുന്നില്ല, ഇറ്റ് ഇസ് നോട്ട് റീച്ചിങ് ടു ദ കളക്ടർ റീജിയൻ. ഓക്കെ കളക്ടർ റീജിയൻ എന്തില്ല അവിടെ എത്തുന്നില്ല. കാരണം അവിടെ കുറച്ച് കറണ്ട് ഓക്കെ കുറച്ച് എമിറ്റർ കറണ്ട് എവിടെ പോകുന്നുണ്ട്, അവിടെ നമ്മുടെ ആ ഒരു ഇലക്ട്രോൺ ഹോൾ കോമ്പിനേഷൻ നടക്കുന്ന സമയത്ത് അത് ബേസിൽ എന്ത് ചെയ്യുന്നു അവിടെ പോകുന്നു. കാരണം അവിടെ നമുക്ക് ഇലക്ട്രോൺ ഹോൾ കോമ്പിനേഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ച് ബേസ് കറണ്ട് ആയിട്ട് എന്ത് ചെയ്യും അവിടെ സ്പെൻഡ് ചെയ്യും. ഓക്കെ അപ്പോൾ അങ്ങനെ ബേസ് കറണ്ട് ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ബേസ് കറണ്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ബേസ് കറണ്ട് അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അപ്പോൾ അവിടെ കളക്ടർ ബേസ് ജംഗ്ഷൻ നമുക്ക് റിവേഴ്സ് ബയാസിംഗ് ആണ്. സോ അവിടെ തന്നെ എന്ത് ചെയ്യാം, കുറച്ച് ലീക്കേജ് കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഫോം ചെയ്യുന്നു കുറച്ച് ലീക്കേജ് കറണ്ട് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ കളക്ടർ കറണ്ട് എന്തിനാണ് നോക്കുന്നത്, കാരണം കളക്ടറാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്പുട്ടിൽ എത്ര കറണ്ട് ഉണ്ടെന്ന് നോക്കിയാലല്ലേ, അല്ലെങ്കിൽ കളക്ടറിൽ എത്ര കറണ്ട് എന്ന് അറിയാലേ നമുക്ക് ഔട്ട്പുട്ടിൽ എത്ര കറണ്ട് ഉണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, കളക്ടർ കറണ്ട് എത്രയാണ് നമ്മൾ അവിടെ ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഓക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ ടെസ്റ്റ് നോക്കുന്നു. അപ്പോൾ നോക്കുന്ന സമയത്ത് പറയുവാണ് നമുക്ക് ബേസിൽ കുറച്ചുകൂടെ സ്പെൻഡ് ചെയ്യുന്നു. കാരണം എമിറ്ററിൽ കൊടുക്കുന്ന എല്ലാ കറണ്ടും എവിടെ പോകുന്നില്ല, കളക്ടറിലോട്ട് പോകുന്നില്ല. കുറച്ചുകൂടെ ബേസ് കറണ്ടായിട്ട് എന്ത് ചെയ്യണം അവിടെ ഇലക്ട്രോൺ ഹോൾ പെയർ ഫോർമേഷനൊക്കെ വേണ്ടിയിട്ടായിട്ട് കുറച്ചുകൂടെ സ്പെൻഡ് ചെയ്യുന്നു. ബാക്കി മാത്രമേ എവിടെ പോകുന്നുള്ളൂ, കളക്ടറിലോട്ട് പോകുന്നുള്ളൂ. ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് പറയാം, ടോട്ടൽ കളക്ടർ കറണ്ട് എന്ന് പറയുന്നത് നമ്മുടെ എമിറ്റർ കറണ്ടിന്റെ ജസ്റ്റ് ഒരു പാർട്ടാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. കാരണം കുറച്ച് മാത്രമേ അവിടെ പോകുന്നുള്ളൂ, കുറച്ച് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ലീക്കേജ് കറണ്ട് ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ ലീക്കേജ് കറണ്ട് ആയിട്ട് പോകുന്നുണ്ട്. ദാറ്റ് ഈസ് നമുക്ക് ഇക്വേഷൻ പ്രകാരം നമുക്ക് പറയാം ആൽഫ ഈസ് ഈക്വൽ ടു ഐ സി ബൈ ഐ ഇ ആണ്. ഓക്കെ എന്താണ് ആൽഫ ഈസ് ഈക്വൽ ടു ഐ സി ബൈ ഐ ആണെന്ന് പറയാൻ പറ്റും. ഇനി അതുപോലെ തന്നെ അവിടെ കുറച്ച് ലീക്കേജ് കറണ്ട് വരുന്നുണ്ട്. ഓക്കെ കുറച്ച് ലീക്കേജ് കറണ്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ വരുന്ന ആ ഒരു ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത് ഓക്കെ ലീക്കേജ് കറണ്ട് എന്തായിരിക്കും, ദാറ്റ് ഈസ് ഡിനോട്ട് ബൈ ഐ സി ബി ഒ. ഓക്കെ എന്താണ് ആ അത് പറയുന്നത് കോമൺ ബേസ് ഓപ്പൺ കറണ്ട് എന്ന ഓക്കെ ദാറ്റ് ഈസ് കളക്ടർ വിത്ത് എമിറ്റർ ഓപ്പൺ. ഓക്കെ കളക്ടറും എമിറ്റർ റീജിയൻ എന്താണ് അവിടെ ഓപ്പൺ ആയിട്ടുള്ള കറണ്ട് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ അപ്പോൾ അവിടുത്തെ കളക്ടർ കറണ്ട് എന്ന് പറയുന്നത് ഓക്കെ ഇതെന്ന് വെച്ചാൽ ഇതിന്റെ ഫ്രാക്ഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രാക്ഷൻ ദാറ്റ് ഈസ് ഇതിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യാം. ദാറ്റ് ഈസ് ഐ സി ഈസ് ഈക്വൽ ടു ആൽഫ ഐ ഇ എന്ന് കാണിക്കാം. ഓക്കെ ഐ സി ഈസ് ഈക്വൽ ടു ആൽഫ ഐ എന്ന് നമുക്ക് അവിടെ കാണിക്കാൻ പറ്റും. അപ്പോൾ ടോട്ടലി നമ്മുടെ ആ ഒരു കളക്ടറിൽ കിട്ടുന്ന കറണ്ട് എന്ന് പറയുന്നത് ഇത് മനസ്സിലായി ഈ മീനിങ് ഇതെന്ന് വെച്ചാൽ ഇതിന്റെ ഫ്രാക്ഷൻ മാത്രമേ പോകുന്നുള്ളൂ. ഓക്കെ ആൽഫ ടൈംസ് ഐ മീൻസ് ഐയുടെ ആൽഫ ടൈംസ് ഉള്ള പോർഷൻ മാത്രമേ ഇവിടെ പോകുന്നുള്ളൂ, നമ്മുടെ ഔട്ട്പുട്ടിലോട്ട് പോകുന്നുള്ളൂ. അതാണ് അവിടെ മീൻ ചെയ്യുന്നത്. പിന്നെ കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഐ സി ബി ഒ ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ അത് അവിടുത്തെ ലീക്കേജ് കറണ്ട് ആണ്. ഓക്കെ ലീക്കേജ് കറണ്ടാണ് ഐ സി ബി ഒ എന്ന് പറഞ്ഞ് പോകുന്നത്. സോ ഫൈനലി നമ്മുടെ ആ ഒരു ഔട്ട്പുട്ട് കളക്ടർ സെക്ഷനിൽ കിട്ടുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്തിലേക്ക് സമമായിരിക്കും, ആൽഫ ഐ ഇയുടെയും പ്ലസ് ഐ സി ബി ഒയുടെയും സമ്മായിരിക്കും. ഓക്കെ എന്താണ് ആൽഫ ഐ ഇയുടെയും ഐ സി ബി ഒയുടെയും സമ്മായിരിക്കും. ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു രീതിയിൽ പറയാൻ പറ്റും. ഇനി നമ്മുടെ എമിറ്റർ അവിടെ ഓപ്പൺ ആണെങ്കിൽ ഓക്കെ എമിറ്റർ ഓപ്പൺ എന്ന് വെച്ചാൽ എന്താണ്, എമിറ്റർ ഓപ്പൺ എന്ന് ഉദ്ദേശിക്കുന്നത് എമിറ്ററിൽ നമ്മൾ നോ സിഗ്നൽ കൊടുക്കുമ്പോൾ സിഗ്നൽ ഒന്നും കൊടുത്തില്ല എങ്കിൽ ഇവിടെ നോക്കി ഇതാണ് എമിറ്റർ റീജിയൻ. എമിറ്റർ റീജിയനിൽ ഇവിടെ സിഗ്നൽ ഒന്നും കൊടുത്തില്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം എമിറ്റർ ഇവിടെ ഓപ്പൺ എന്ന് പറയാം. ഇത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ എമിറ്റർ ഓപ്പൺ എന്ന് പറയുന്നത്. അപ്പോൾ എമിറ്റർ ഓപ്പൺ ആണെങ്കിൽ ഇവിടെ നമുക്ക് ഡെൽറ്റ ഐയുടെ വാല്യൂ എന്തായിരിക്കും അവിടെ 0 ആയിരിക്കും. സോറി ഡെൽറ്റ അല്ല ആൽഫ ഐയുടെ വാല്യൂ എന്തായിരിക്കും 0 ആയിരിക്കും. ആ ഒരു ടൈമിൽ നമുക്ക് ഇവിടെ ആകെ വരുന്ന കറണ്ട് എന്തായിരിക്കും ഐ സി എന്ന് പറയുന്ന കറണ്ട് ദാറ്റ് ഈസ് ഓൺലി ഡ്യൂ ടു ഐ സി ബി ഒ. ഓക്കെ അതായത് അവിടുത്തെ ലീക്കേജ് കറണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. ഓക്കെ ലീക്കേജ് കറണ്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ അവിടെ വരുന്നുള്ളൂ. ഇനി നമ്മുടെ സാധാരണ നമ്മുടെ ട്രാൻസ്ഫറിന് ഒരു ഇക്വേഷൻ ഉണ്ട്, ഐ ഇ ഈസ് ഈക്വൽ ടു ഐ ബി പ്ലസ് ഐ സി. ഓക്കെ ഐ ബി പ്ലസ് ഐ സി എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഈ ഒരു ഇക്വേഷൻ നമ്മുടെ ഐ ഈസ് ഈക്വൽ ടു ഐ ബി പ്ലസ് ഐ സി എന്ന ഇക്വേഷൻ നമ്മളോട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഐയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യാം, ഐയുടെ സ്ഥാനത്ത് ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ, ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്ത് കിട്ടും, ദാറ്റ് ഈസ് ഐ സി ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു
IB plus IC. Okay, IB plus IC plus ICBO. Okay, plus ICBO കിട്ടും. ആൻഡ് ഒന്ന് അകത്തോട്ട് പോയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഡിഫറൻസ് എടുക്കാം. ദാറ്റ് ഇസ് IC minus alpha IC. Okay, IC minus alpha IC is equal to alpha IB. Okay, alpha IB plus ICBO. Okay, plus ICBO എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇത് ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് നമുക്ക് ICയുടെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് IC ഈക്വൽ ടു ഇതിപ്പോ 1 മൈനസ് ആൽഫ ഇൻറ്റു ഐ സി ആക്കിക്കൂടെ, 1 മൈനസ് ആൽഫ ഇൻറ്റു ഐ സി ആക്കാം. അപ്പോൾ അത് ഞാൻ ഇനി താഴോട്ട് കൊണ്ടുവരുവാണ്. കൊണ്ടുവരുമ്പോൾ ആൽഫ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ ഇൻറ്റു ഐ ബി. ഓക്കെ, ആൽഫ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ ഇൻറ്റു ഐ ബി പ്ലസ് ഐ സി ബി ഒ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ പ്ലസ് ഐ സി ബി ഒ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് എന്ത് പറയുന്നത്, നമ്മുടെ ഇവിടെ കളക്ടർ കറണ്ടിന്റെ ഇക്വേഷൻ. അപ്പോൾ ഇത്രയും പാരാമീറ്റേഴ്സ് അവിടെ പോയതിനു ശേഷം മാത്രം കളക്ടർ കറണ്ടിലോട്ട് ആ ഒരു കറണ്ട് അവിടെ എത്തുന്നത്. ഓക്കെ, അതായത് നമുക്കൊരിക്കലും ഐ സി ഇസ് ഈക്വൽ ടു ഐ ബി ഐ എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? കാരണം അവിടെ കുറച്ച് ബേസിലൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, ഒരിക്കലും നമുക്ക് ഐ ഇ ഇസ് ഈക്വൽ ടു ഐ സി, അതായത് നമ്മൾ കൊടുക്കുന്ന എല്ലാ കറണ്ടും ഐ സിയിൽ പോകുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇത്രയും കറണ്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അപ്പുറത്തോട്ട് അവിടെ പോകുന്നുള്ളൂ. ബാക്കിയെല്ലാം എന്ത് ചെയ്യാണ്, അവിടെ എന്ത് ചെയ്യുവാണ്, ആ ബേസിലൊക്കെ അത് സ്പെൻഡ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഇതെന്താണ്, ആ കളക്ടർ കറണ്ടിന്റെ എക്സ്പ്രഷൻ ആണ്. ഓക്കെ, കളക്ടർ. അപ്പോൾ നമ്മൾ അതിനകത്ത് പറഞ്ഞ രണ്ട് കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടെ ലീക്കേജ് കറണ്ട് ഉണ്ട്. അതാണ് ICBO എന്ന് പറയുന്നത് നമ്മുടെ ലീക്കേജ് കറണ്ട് ആയിട്ട് അത് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, ആൽഫ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഐ സി ബൈ ഐ ആണ്. ദെൻ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. ദറ്റ്സ് ഐ സി ഈക്വൽ ടു ആൽഫ ഐ എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഐ സി ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ ഇൻറ്റു ഐ ബി പ്ലസ് ഐ സി ബി ഒ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ എന്ന് ഒപ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു നമ്മുടെ ഐ സി ബി ഒ, ഓക്കെ, ലീക്കേജ് കറണ്ട് ശരിക്കും ഇവിടെയാണ് റൺ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പാർട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലീക്കേജ് കറണ്ട് ഐ സി ബി ഒ എന്ന് പറയുന്ന ഒരു കറണ്ട് റൺ ചെയ്യുന്നത്. ഓക്കെ, ദറ്റ് ഈസ് എമിറ്റർ ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് അതുവഴി പോകുന്ന കറണ്ടാണ് എന്ത് പറയുന്നത്, നമ്മുടെ ഐ സി ബി ഒ എന്ന് പറയുന്ന ആ ഒരു കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ എക്സ്പ്രഷൻ ഫോർ കളക്ടർ കറണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് സി ബി കോൺഫിഗറേഷനിൽ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കോൺഫിഗറേഷൻ കോമൺ ബേസ് കോൺഫിഗറേഷൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കോമൺ എമിറ്ററും അതുപോലെ തന്നെ കോമൺ കളക്ടറും ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ വരും, പക്ഷേ അതിലൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് വരാം. ഓക്കെ, വാല്യൂസ് ഒക്കെ എടുക്കുന്നതിൽ വേരിയേഷൻ വരാം. പിന്നെ അത്യാവശ്യം നമ്മൾ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന കോൺഫിഗറേഷൻ എന്ന് പറയുന്ന കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് അവിടെ പഠിച്ചു വെക്കണം. നമ്മുടെ ആംപ്ലിഫയർ ആയിട്ടൊക്കെ ഒരു സർക്യൂട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമ്മളോട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ട ഏതാണ്, നമ്മുടെ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. കാരണം ബേസിലാണ് നമ്മൾ എന്തെങ്കിലും അവിടെ ഇൻപുട്ട് കൊടുക്കുന്നത്. എമിറ്റർ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും എന്തായിരിക്കും, അവിടെ കോമൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ എന്ത് ചെയ്യാം, നമ്മുടെ കോമൺ എമിറ്റർ കോൺഫിഗറേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം.